ചെറിയ പീസ് ലെമൺ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക. ഹായ് എപ്പടി ഒന്നും പറയാനില്ല, നല്ല റിച്ച് സാധനമാണ്. ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മുടെ കുക്കിംഗ് വീഡിയോസിനൊക്കെ നല്ല റെസ്പോൺസാണ് കിട്ടുന്നത്. ഒത്തിരി പേര് നമ്മുടെ ഡിഷുകളെല്ലാം ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫോട്ടോസ് സഹിതം അയച്ചു തരുന്നുണ്ട്. വളരെ സന്തോഷം. ഇപ്പം നമ്മളോട് വേൾഡിലൊരു ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ചിക്കൻ ഡിഷ് പറയാൻ പറഞ്ഞാൽ അതിൽ ഉറപ്പായിട്ടും വരുന്നൊരു ഡിഷാണ് ചിക്കൻ ടിക്ക മസാല. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ചിക്കൻ ടിക്ക മസാലയാണ്. നമ്മളിന്ന് നമ്മുടേതായ രീതിയിൽ UK മല്ലു കപ്പിൾ സ്റ്റൈലിലാണ് ചിക്കൻ ടിക്ക മസാല ഉണ്ടാക്കാൻ പോകുന്നത്. ഞങ്ങളിത് സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന രീതിയാണ്. അപ്പോൾ നമ്മളുടെ ഒത്തിരി കൂട്ടുകാർക്ക് ഇത് കൊടുത്ത് അവർക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്റ്റൈലാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയണ്ട, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ബോൺലെസ് ചിക്കനാണ്, അതായത് ചിക്കൻ്റെ തൈസാണ്, തുടയുടെ ഭാഗമാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 1 കിലോയോളം ഉണ്ട്. നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ക്യുമിൻ പൗഡർ, ജീരകത്തിൻ്റെ പൊടി. ഇനി നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ തൈര്, നല്ല കട്ട തൈര്, കൊറിയാണ്ടർ ലീവ്സ്, മല്ലിയില. നമ്മളിതിലേക്ക് ഒരു ലേശം ഓയിൽ ഒഴിക്കുന്നുണ്ട്, ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് മാത്രം. പ്രത്യേകം ശ്രദ്ധിക്കണം, വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒക്കെയാണ് ഉപയോഗിക്കാവുള്ളൂ, കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കരുത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിക്കൻ ടിക്ക മസാലയുടെ ടേസ്റ്റ് എല്ലാം മാറിപ്പോകും. നമ്മളിതുപോലെ ഒന്ന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് മിനിമം ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് വെക്കുക. പറ്റുമെങ്കിൽ ഒരു 2 മണിക്കൂർ വെച്ചാൽ നല്ലതാണ് കേട്ടോ. കണ്ടോ, നല്ലൊരു സ്മെല്ലാണ് ഇപ്പോൾ തന്നെ. അപ്പോൾ നമ്മുടെ ചിക്കൻ ടിക്ക മസാലയുടെ സോസിന് വേണ്ടിയിട്ട് നമ്മളൊരു 3 അത്യാവശ്യം നല്ല സൈസുള്ള ടൊമാറ്റോസ് എടുത്തിട്ടുണ്ട്, 2 ബെൽ പെപ്പേഴ്സ് എടുത്തിട്ടുണ്ട് ഇതുപോലെ കേട്ടോ. ഈ 2 ബെൽ പെപ്പേഴ്സ് ഇതുപോലെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം. നമുക്ക് ഓവനിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഒരു ഫ്ലെയിമിന് മേളിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചുമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. കാരണം അതിൻ്റെ ആ സ്കിന്നൊന്ന് കളയാനായിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്കൊരു ചെറിയ സ്മോക്കി ഫ്ലേവറും കിട്ടും. ഇതവിടെ ഇരിക്കട്ടെ. നമുക്ക് ഈ 3 ടൊമാറ്റോസ്, നമ്മൾ ടൊമാറ്റോ ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കാം, ക്രോസ് ചെയ്ത് കേട്ടോ. കാരണം നമ്മൾ തിളച്ച വെള്ളത്തിൽ ഇതൊന്ന് ബ്ലഞ്ച് ചെയ്തെടുക്കാൻ പോവാണ്. നമ്മുടെ ചിക്കൻ ടിക്ക മസാലയുടെ സോസിൽ ഈ സ്കിന്നുണ്ടെങ്കിൽ ഒരു സുഖമില്ല. അപ്പോൾ നമ്മളിത് നോക്കിയേ, തിളച്ച വെള്ളത്തിലേക്ക് ഒരു 10 സെക്കൻഡ്സ് ടൊമാറ്റോസ് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. അവിടെ ഒരു 10 സെക്കൻഡ് കിടക്കട്ടെ. ഒരു 10 സെക്കൻഡ് നമ്മൾ ബോയിലിംഗ് വാട്ടറിൽ ഇട്ടതാണ്. നമുക്കിനി ഇതൊന്ന് പീൽ ചെയ്ത് കളയാം. കളഞ്ഞിട്ട് തണുത്ത വെള്ളം ഒഴിക്കുക. നോക്കിയേ, ഈസി ആയിട്ടാണ് പോരുന്നതെന്ന് നോക്കിയേ. എൻ്റെ സ്കിന്ന് ഒരു 10 സെക്കൻഡ് നമ്മൾ തിളച്ച വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ആ സ്കിൻ ഇതുപോലെ ഈസി ആയിട്ട് ഇങ്ങനെ പീൽ ഓഫ് ചെയ്യും. ഈ റോസ്റ്റ് ചെയ്ത പെപ്പർ ഇങ്ങനെ എടുത്തൊരു ബൗളിൽ വയ്ക്കുക. അതുകൊണ്ട് ഇങ്ങനെ ഒരു ബൗളിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അങ്ങ് അടച്ചു വെച്ചേക്കുക. കവർ ചെയ്ത് അവിടെ ഇരിക്കട്ടെ 5 മിനിറ്റ്. നമ്മൾ ടൊമാറ്റോ ചെയ്ത പോലെ തന്നെ അതെ സ്കിൻ എന്ത് എളുപ്പത്തിലാണ് പോരുന്നതെന്ന് നോക്കി. ഇങ്ങനെ അങ്ങ് പോരും കണ്ടോ, വളരെ ഈസി ആയിട്ട്. നമുക്ക് ആ ഒരു സ്മോക്കി ഫ്ലേവറും കിട്ടും, ആ സ്കിന്നും പോയി കിട്ടും. നമ്മൾ ആ ബ്ലഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോസും അതുപോലെ തന്നെ പെപ്പറും എല്ലാം കൂടെ കൂടി മിക്സിക്കകത്തൊന്ന് അടിച്ച് നല്ല പേസ്റ്റാക്കി എടുക്കണം. നമ്മൾ ആ ബെൽ പെപ്പറിൻ്റെ സ്കിന്നും സീഡ്സ് എല്ലാം കളഞ്ഞിട്ട് എന്നിട്ട് നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ടൊമാറ്റോയും പെപ്പറും നമുക്കൊന്ന് പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ടൊമാറ്റോസും ബെൽ പെപ്പേഴ്സും ഒക്കെ നമ്മൾ ഇതുപോലെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു 2 മീഡിയം ടൈപ്പ് ഒനിയൻ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മളിന്ന് സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. നമ്മളതിലേക്ക് ഒരു പീസ് ചെറിയ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലൊരു കളറാക്കി, നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കുക. ഈ ഒരു രീതിയിൽ നല്ല കളറാക്കി എടുക്കുക. നമ്മളിങ്ങനെ ചിക്കൻ ഒന്ന് നന്നായിട്ട് കളറാക്കി എടുത്തിട്ട് നമ്മൾ ഇതിൽ നിന്ന് എടുത്ത് മാറ്റുന്നു. ഈ പാനിൽ നിന്ന് നമ്മൾ ചിക്കൻ എടുത്ത് മാറ്റുവാണ്. ഇപ്പം തന്നെ ഉണ്ടല്ലോ നല്ല അടിപൊളി ഒരു സ്മെല്ലാണ് വരുന്നത്. ചട്ടിയിലോട്ട് ചോറിട്ടങ്ങ് ഇളക്കി.
നോക്കിയേ, ഈ ചിക്കൻ നമ്മളിങ്ങനെ എടുത്ത് മാറ്റി വെക്കുന്നു. 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക, ക്യുമിൻ സീഡ്. പിന്നെ നമുക്ക് ഹോൾ ഗരം മസാല, കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമുക്ക് വേണ്ടത് നമ്മൾ ആ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന 2 ഒനിയൻ. നമ്മുടെ ആ ചിക്കൻ്റെ ആ ഫ്ലേവറെല്ലാം നമ്മുടെ സവോളയിലേക്ക് അങ്ങ് പിടിക്കും. കണ്ടോ, ഇതുപോലെ. നിങ്ങൾക്കിത് കാണുമ്പോൾ കരിഞ്ഞാണെന്നൊക്കെ തോന്നും, പക്ഷേ കരിഞ്ഞൊന്നുമല്ല, ആ ചിക്കൻ്റെ ഫുൾ ഫ്ലേവറാണത്. ശകലം ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ, സവോള ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ടാണ്. ഇനി നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഒനിയനൊക്കെ നല്ലതായിട്ടൊന്ന് ബ്രൗൺ ആയി വന്നു കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ, മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മളൊരു ലോ ഹീറ്റിൽ വെച്ച് ആ മസാലയുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറാനായിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. നമ്മളിതിലേക്ക് ഒരു പിഞ്ച് ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ, ഒത്തിരി വേണ്ട, വളരെ കുറച്ച്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ ആ അരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ബെൽ പെപ്പറിൻ്റെ മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കുക, ആ സോസ്. ഒരു 3-4 മിനിറ്റ് ആ സോസൊക്കെ ഒന്ന് തിളച്ച് വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ഈ സമയത്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇത് നമ്മുടെ ഈ സോസിലേക്ക് ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കസൂരി മേത്തി. കസൂരി മേത്തി കുറച്ചിങ്ങനെ ഇട്ട് കൊടുക്കുക. ചിക്കൻ ടിക്ക മസാലയുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. നമുക്ക് ഫ്രഷ് ഉണ്ടെങ്കിൽ അതും ഇടാം. നമ്മളിന്ന് ഡ്രൈ ആയിട്ടുള്ള കസൂരി മേത്തിയാണ് ഇടുന്നത്. പാൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ സോസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ചുകൂടെ കൊറിയാണ്ടർ ലീവ്സ്, മല്ലിയില കുറച്ചുകൂടെ അങ്ങോട്ട് കൊടുക്കുക, ഒരഴകിന് മല്ലിയില. നമ്മുടെ ചിക്കൻ ടിക്ക മസാലയുടെ ഫിനിഷിംഗ് പോയിൻ്റാണ്, നമ്മൾ കുറച്ച് ക്രീം ഒഴിച്ചു കൊടുക്കുന്നു. ഇതും ചിക്കൻ ടിക്ക മസാലയുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്, ക്രീം. കുക്കിംഗ് ക്രീം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ചോറാണെങ്കിൽ ചോറ്, അല്ലെങ്കിൽ ചപ്പാത്തിക്ക് വേണേൽ ചപ്പാത്തി, ബ്രെഡ് വേണം ബ്രെഡ്, നാൻ വേണേൽ നാന്, എന്തിൻ്റെ കൂടെ ഇത് ഓടും. ഇതാണ് നമ്മുടെ അടിപൊളി ചിക്കൻ ടിക്ക മസാല. ഇത് വേണമെന്ന് നിർബന്ധമില്ല. ഞാൻ ഫെനൽ പൗഡർ, നമ്മുടെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി കുറച്ചിടാറുണ്ട് ഞാൻ. ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും, നല്ലൊരു സ്മെല്ല് വരും. ലാസ്റ്റ് ഞാൻ കുറച്ച് ബട്ടർ ആഡ് ചെയ്യാറുണ്ട്, ആ ഒരു റിച്ച്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ചിക്കൻ ടിക്ക മസാലയ്ക്ക്. നോക്കിയേ എന്നാ അടിപൊളിയാന്ന് നോക്കി. 12 മണിയാണല്ലോ ഇത് കഴിച്ചിട്ട് ഇന്ന് ഉറങ്ങുള്ളൂ. അതെ, ബാക്കിയുള്ള കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ പീസ് ലെമൺ ഇങ്ങനെ എടുത്തിട്ട് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. ഹായ്, ഇവിടെ എന്നാ ഒരു സ്മെല്ലാന്നറിയാവോ? നോക്കിയേ, ഇതാണ് നമ്മുടെ അടിപൊളി ചിക്കൻ ടിക്ക മസാല. കുറച്ച് ക്രീമും കൂടി ഒഴിച്ചൊന്ന് ഗാർണിഷ് ചെയ്തതുപോലെ കണ്ടോ. ഇപ്പോൾ ടേസ്റ്റിംഗ് ടൈമാണ്, എങ്ങനെയുണ്ടെന്ന് നോക്കി. എപ്പടി ഒന്നും പറയാനില്ല, നല്ല റിച്ച് സാധനമാണ്, നല്ല അടിപൊളി ടേസ്റ്റ് ആയ സാധനമാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഇതാണ് നമ്മുടെ അടിപൊളി ചിക്കൻ ടിക്ക മസാല. പലരും പല രീതിയിലുണ്ടാക്കും, നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയായിരിക്കും. നമുക്ക് കുറച്ചുകൂടെ സ്മോക്കി ഫ്ലേവർ ഇതിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചാർക്കോളിൻ്റെ പീസ് കത്തിച്ചിട്ട് നമ്മൾ ആ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയമില്ലേ, ആ സമയത്ത് ഒരു പാത്രത്തിൽ അതിൽ ഇറക്കി വെച്ചിട്ട് അത് മൂടി വെച്ചാൽ മതി. അപ്പം നമുക്ക് ആ ചിക്കനിൽ ആ ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടും. പെപ്പർ ഫ്ലെയിമിൽ കുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു സ്മോക്കി ഫ്ലേവർ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അടിപൊളി ചിക്കൻ ടിക്ക മസാല. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, സിമ്പിൾ ആൻഡ് ബെസ്റ്റ്, അടിപൊളിയാണ്. ഒന്നും പറയാനില്ല, അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. See you next time.